പക്കാ ബിസിനസ് രീതി തന്നെ. 125 കോടി വേണ്ടെന്ന് വെച്ച് ആമിർ ഖാൻ. ഓഫർ വേണ്ടെന്ന് വെച്ചത് എന്തിനാണ്? കളിയിൽ അല്പം കാര്യമായി തന്നെയാണ് സിതാര സമീൻ പർ ഇറങ്ങുന്നത്. ബോളിവുഡിലെ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന തിരിച്ചുവരവ് തന്നെയായിരിക്കും ആമിർ ഖാന്റേതും ഒപ്പം ബോളിവുഡ് സിനിമയുടെയും. മികച്ച സിനിമകളിലൂടെയും അഭിനയ പ്രകടനങ്ങളുടെയും 1000 കോടി നേടിയ ചിത്രങ്ങൾ ഉൾപ്പെടെ വലിയ വലിയ വിജയങ്ങൾ തന്നെയാണ് സിനിമാ മേഖലയിലേക്ക് ആമിർ ഖാൻ നേടിക്കൊടുത്തത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് സിനിമകൾ പരാജയപ്പെട്ടതോടെ താരം അഭിനയത്തിൽ നിന്ന് വലിയൊരു ഇടവേള എടുത്തിരുന്നു. എന്നാൽ സിതാരെ സമീൻ പർ എന്ന ചിത്രത്തിലൂടെ ആമിർ ഖാൻ വീണ്ടും തിരിച്ച് ട്രാക്കിലേക്ക് എത്തുകയാണ്. ഒരു കോച്ചിന്റെ വേഷത്തിലാണ് ചിത്രത്തിൽ താരം എത്തുന്നത്. അതായത് ഡൗൺ സിൻഡ്രോം ഉള്ള കൗമാരക്കാരെ ബാസ്കറ്റ്ബോൾ പഠിപ്പിച്ച് മത്സരത്തിനിറക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന കായിക അധ്യാപകന്റെ വേഷമാണ് ആമിർ ഖാൻ ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുതന്നെയാണ് ചിത്രത്തിന്റെ അപ്ഡേറ്റുകളുമായി ബന്ധപ്പെട്ടും അറിയാൻ സാധിക്കുന്നത്. താരെ സമീൻ പർ കഥയും സംവിധാനവും നിർമ്മാണവും ആമിർ ഖാൻ ആയിരുന്നു. ചിത്രത്തിലൂടെ 10 പുതുമുഖ അഭിനേതാക്കളാണ് എത്തുന്നത്. വൈകാരിക രംഗങ്ങൾ അധികമില്ലാതെ കോമഡി ഫാമിലി എന്റർടൈനറാണ് ചിത്രമെന്നാണ് പറയുന്നത്. എന്തായാലും ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയ ബിസിനസ് ഡീൽ തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ചിത്രത്തിന്റെ ഡയറക്റ്റ് OTT റിലീസിനായി താരത്തെ നെറ്റ്ഫ്ലിക്സ് സമീപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. 125 കോടിയായിരുന്നു നെറ്റ്ഫ്ലിക്സ് റൈറ്റ്സായി താരത്തിന് ഓഫർ ചെയ്തത്. എന്നാൽ ആ ഓഫർ ആമിർ ഖാൻ നിരസിച്ചു എന്നും വാർത്തകൾ വരുന്നു. അതായത് സിതാരെ സമീൻ പർ ജൂൺ 20-നാണ് തിയേറ്ററിൽ എത്തുന്നത്. തിയേറ്റർ റിലീസ് തന്നെ മതിയെന്ന് തന്നെയാണ് താരം പറയുന്നത്. ഇത് നടന്റെ ചിത്രത്തിന്മേലുള്ള ആത്മവിശ്വാസത്തെയാണ് കാണിക്കുന്നത് ാണ് ആരാധകരുടെ കമന്റുകൾ. സിതാരെ സമീൻ പർ സംവിധാനം ചെയ്യുന്നത് RS പ്രസന്നയാണ്. ഈ ചിത്രം സ്പാനിഷ് ചിത്രം ചാമ്പ്യൻസിന്റെ ഹിന്ദി റീമേക്കായി ഒരുങ്ങുന്നുവെന്നാണ് ഇതിനു മുൻപ് വന്ന റിപ്പോർട്ടുകൾ. സീൻ ബൈ സീൻ കോപ്പിയാണെന്നും ഒരു മാറ്റവുമില്ലാതെയാണ് ആമിർ ഖാൻ ഹിന്ദിയിലേക്ക് ചിത്രം എടുത്തിരിക്കുന്നതെന്നാണ് വിമർശനങ്ങൾ ഉയർന്നത്. ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടിട്ടും ആമിർ ഖാനെ പോലെ ഒരു നടൻ എന്തിനാണ് വീണ്ടും ഇത്തരം റീമേക്കുകൾക്ക് പിന്നാലെ പോകുന്നതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ചാമ്പ്യൻസ് ഫ്രീ ആയിട്ട് തന്നെ ഹോട്ട്സ്റ്റാറിൽ ഉണ്ടെന്നും പിന്നെ എന്തിനാണ് കാശ് കളഞ്ഞ് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി ഈ സിനിമ കാണുന്നതെന്നും ആളുകൾ ചോദിക്കുന്നു. എന്തായാലും ആമിർ ഖാൻ നായകനായി അടുത്തിടെ പ്രദർശനത്തിന് വന്ന ചിത്രം ലാൽ സിംഗ് ചദ്ദ പരാജയപ്പെട്ടതാണ് നാം കണ്ടത്. സിനിമയിലെ തന്റെ പ്രകടനം മോശമായിരുന്നുവെന്ന് നടൻ ആമിർ ഖാനും സമ്മതിച്ചിരുന്നു. എന്തായാലും ജൂൺ 20-നായുള്ള കട്ട വെയിറ്റിംഗിലാണ് ബോളിവുഡ്. സിനിമ ബോളിവുഡിനും ആമിർ ഖാനും നല്ലൊരു തിരിച്ചുവരവ് തന്നെ നൽകുമെന്ന പ്രതീക്ഷയും ഇതിനിടയിൽ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.